സനിസ കൂടി ചേരുന്നുണ്ട്. ഓണവിശേഷങ്ങൾ, ഉത്രാടപ്പാച്ചിൽ ദിന വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. സനിസ, ഗുഡ് മോർണിംഗ്. എന്തായി തിരുവനന്തപുരത്തെ ഉത്രാടപ്പാച്ചിൽ? സേതു, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ ഉത്രാടപ്പാച്ചിൽ ദിനമാണ്. മലയാളികൾ തിരുവോണം ഉണ്ണാനുള്ള എല്ലാ ആഗമന സാമാനങ്ങളും വാങ്ങാൻ വേണ്ടി ഇറങ്ങുന്നത്. അത്രയും ദിവസം 9 ദിവസം ഉണ്ടായാൽ പോലും, 8 ദിവസം ഉണ്ടായാൽ പോലും 9ാം ദിവസം ഉത്രാടപ്പാച്ചിലിന്റെ അന്നായിരിക്കും മാർക്കറ്റുകളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുക. ഇവിടെ ഞാനിപ്പോൾ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണുള്ളത്. ഓണം പ്രമാണിച്ച് തന്നെ ഒട്ടനവധി പേരാണ് രാവിലെ തന്നെ ദർശനത്തിന് വേണ്ടി എത്തുന്നത്. കൂടാതെ നമുക്കറിയാം, ഈ കിഴക്കേക്കോട്ട ഭാഗം അത് ഒരു പ്രധാന, ഈ ഓണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടെ തന്നെയാണ് ഗണപതി കോവിലുള്ളത്. കൂടാതെ ചാല മാർക്കറ്റിന്റെ തുടക്കം ഈ ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഇപ്പോൾ തന്നെ മാർക്കറ്റ് ഉണർന്നത് കാണാം. ഇതാ ഒരു പൂക്കടയിലൊക്കെ നോക്കുമ്പോൾ ആളുകൾ വന്ന് ഓണസാരിയൊക്കെ ഇട്ട് വന്ന് പൂക്കളൊക്കെ വാങ്ങിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലുള്ളത്. അത്തരത്തിൽ മനോഹരമായ കാഴ്ചകളാണ്. പൂക്കടകളൊക്കെ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓണം പ്രമാണിച്ച് വന്നതാണോ? അല്ല, ഇങ്ങോട്ടൊക്കെ വന്നു. ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ആയോ? ഉത്രാടപ്പാച്ചിൽ ദിനമല്ലേ ഇന്ന്? സാധനങ്ങളൊക്കെ വാങ്ങിയോ? സാധനങ്ങളൊക്കെ മേടിച്ചു. അത്തരത്തിൽ ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങുന്ന തിരക്കിലൊക്കെയാണ്. ചേച്ചി, ഓണത്തിന്റെ തിരക്കൊക്കെ എന്തായി? സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള തിരക്കൊക്കെ ആയോ? അതിനു വേണ്ടിയിട്ടാണോ വന്നത്? പൂവൊക്കെ മേടിക്കാൻ വേണ്ടി ഷോപ്പിലെ വർക്ക് ചെയ്യുന്നു. അപ്പൊ രാവിലെ പൂവൊക്കെ മേടിച്ച് വെച്ചിട്ടൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങി. ജോലിക്കിടയിലും ഓണം ഊട്ടാനുള്ള തിരക്കാണല്ലേ? അതെ അതെ. എല്ലാം വാങ്ങിയോ? ഏറെക്കുറെ എല്ലാം വാങ്ങി. മാർക്കറ്റിൽ എങ്ങനെ വിലക്കയറ്റം ഉണ്ടോ? അത് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. അത്തരത്തിൽ ചെയ്തു ആളുകളൊക്കെ ഇവിടെ മാർക്കറ്റ് ഉണരുന്ന ഒരു കാഴ്ചയാണ്. അത് രാവിലെ തന്നെ ഇവിടെ ചാല മാർക്കറ്റിൽ ആളുകൾ എത്തുന്നുണ്ട്, കടകളൊക്കെ തുറക്കുന്നുണ്ട്. ആ ഒരു സമയമാണ്. നമുക്കറിയാം, വൈകുന്നേരം ആകുമ്പോഴേക്കും സേതുവിന് അറിയാലോ, ഇവിടെ ഒന്നും നമുക്ക് നിൽക്കാൻ പോലും സ്ഥലമുണ്ടാവില്ല. അത്രയും വലിയ തിരക്കായിരിക്കും. അത്രയും ആളുകൾ ചാല മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയായിരിക്കും. ഉത്രാടപ്പാച്ചിലിന്റെ അന്നാണ് തിരുവനന്തപുരത്ത് ഈ തിരുവോണം ഒരുക്കാനുള്ള ഒരു തിരക്കിനിടയിൽ നമുക്ക് വലിയൊരു ആവേശമായിരിക്കും. ആളുകൾ കൂട്ടമായി വരും. അത്തരത്തിൽ പൂവുകൾ വാങ്ങിക്കും. പച്ചക്കറി കടകളിൽ ആളുകളായിരിക്കും, പലവ്യഞ്ജന കടകളിൽ ആളുകളായിരിക്കും, ചാല മാർക്കറ്റ് നിറയെ ആളുകളായിരിക്കും. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. ഇവിടെ പിന്നെ ഓണം വാരാഘോഷമായിട്ട് 30 വരെ ഇവിടെ പരിപാടികളാണ്. അങ്ങനെ തിരുവനന്തപുരം ഉണർന്നു തന്നെ ഇരിക്കുകയാണ് സേതു.